പ്രിയപ്പെട്ടവരെ, 2025 ഗുരുവായൂർ ഉത്സവത്തിൻ്റെ ചില ദൃശ്യങ്ങളാണ് ഇതെല്ലാം. നിങ്ങൾക്കറിയാലോ, ഇതിലുള്ള ശബ്ദങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കോപ്പിറൈറ്റും വീഡിയോ തന്നെ പുറത്തു വരാത്ത അവസ്ഥയായതുകൊണ്ട് ഞാനിതിൽ ശബ്ദം നിർത്തി വച്ചിരിക്കുകയാണ് കേട്ടോ. ഗുരുവായൂർ പടിഞ്ഞാറ് നട തൊട്ട് കിഴക്കേ നട വരെയും ചുറ്റമ്പലത്തിന് ചുറ്റും എല്ലാം ഭക്തരുടെയും പ്രിയപ്പെട്ടവരുടെയും ദീപാലങ്കാരവും അതുപോലെ തന്നെ നിശ്ചല ദൃശ്യങ്ങളും അലങ്കാരപ്പണികളും കവാടങ്ങളും നടപ്പന്തലുകളും എല്ലാം അലങ്കരിച്ച രീതിയിലായിരുന്നു. എല്ലാ തവണത്തെയും പോലെ അതിമനോഹരമായിരുന്നു ഇത്തവണത്തെയും ഉത്സവം. ഉത്സവത്തിനായി ഒരുങ്ങുന്ന ഗുരുവായൂർ കാണണമെങ്കിൽ ഓരോ വർഷവും ഗുരുവായൂർ ഉത്സവത്തിന് തന്നെ വരണം. വണ്ടിയിൽ ചുറ്റും സഞ്ചരിച്ചാൽ നമുക്കിതുപോലെയുള്ള എല്ലാ അലങ്കാരപ്പണികളും കാണാം. എങ്കിലും ഏത് ദിക്കിൽ ചെന്നെത്തിയാലും ഏത് സ്ഥലത്ത് ഗുരുവായൂരിലെത്തിയാലും അവിടെയെല്ലാം മനോഹരമായ കാഴ്ചകളും ഒരുക്കി വച്ചിട്ടുണ്ട്. അതാണ് ഗുരുവായൂർ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത. 10 ദിവസം ഉത്സവം നീണ്ടു നിൽക്കുന്നു. അവസാന നാളായ ആറാട്ട് ദിവസത്തിലെ കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. 9-ാമത്തെയും 10-ാമത്തെയും ദിവസമായ പള്ളിവേട്ടയും ആറാട്ടും ദിവസങ്ങളിലാണ് ഗുരുവായൂർ ഇത്രയും മനോഹരമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ജനത്തിരക്കും ഒട്ടും മോശമല്ല. ഗുരുവായൂർ പടിഞ്ഞാറ് നടയിൽ നിന്നും വന്ന് കിഴക്കേ നട പാർക്ക് വഴി ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ് വഴി ഗുരുവായൂർ നടയിലോട്ട് കയറി അവിടെയുള്ള ദൃശ്യങ്ങളും പകർത്തിയാണ് ഞാൻ ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കൊടി കയറിയ ദിവസത്തെ വീഡിയോകൾ ഇതിൽ ചേർത്തിട്ടില്ലെങ്കിലും കൊടി ഇറങ്ങുന്ന ദൃശ്യങ്ങൾ ചെറുതായി ഒന്ന് ഉൾപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പഴയ ബസ് സ്റ്റാൻഡ് പുതുക്കിപ്പണിതുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ബസ് സ്റ്റാൻഡെല്ലാം വരുന്ന കാലത്തേക്ക് ഉത്സവം ഇതിലും മനോഹരമായിരിക്കാമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആരും മാറി നിൽക്കാത്ത വിധം എല്ലാവരും ഒത്തുചേർന്നുള്ളൊരു ഉത്സവമാണ് ഗുരുവായൂർ ഉത്സവം എന്ന് പറയുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാവരും നടക്കിലെല്ലാം വന്ന് കണ്ട് സന്തോഷമായി തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഗുരുവായൂർ പാഞ്ചജന്യം, ശ്രീവത്സം, അതുപോലെ ദേവസ്വം ഓഫീസ് മുന്നിലുള്ള കാഴ്ചകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതിലൂടെ വന്ന് വൺ വേ ആണ്. തിരിച്ച് കിഴക്കേ നട വഴി വീണ്ടും വരുന്നതാണ് വീഡിയോയിൽ. ഇത്രയും മനോഹരമായ ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്. എങ്കിലും ഒരുപാട് ദൃശ്യങ്ങളൊന്നും ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല. റോഡിൻ്റെ 2 വശങ്ങളിലും വളരെ മികച്ച രീതിയിലുള്ള ദീപാലങ്കാരങ്ങൾ നിൽക്കുമ്പോഴും തിരക്ക് കാരണം നമുക്ക് വീഡിയോ എടുക്കാനും സാധിക്കുന്നില്ല. കിഴക്കേ നടയിലെത്തിയ ഞാൻ കണ്ടത് ഈ ഒരു കവാടമാണ്. അതിമനോഹരമായിരുന്നു ഈ കവാടം. മകനായിരുന്നു വീഡിയോ എടുത്തത് കൊണ്ട് ഒട്ടും തന്നെ അവൻ കുറച്ചിട്ടില്ല. വളരെ നന്നായിട്ടാണ് വീഡിയോ എടുത്തത്. ഇത്തിരി മുഷിപ്പ് തോന്നിയെങ്കിലും കൈ കടഞ്ഞെങ്കിലും അവൻ എന്നാലും ആ വീഡിയോ എല്ലാം പകർത്തി തന്നിരിക്കുന്നു. അവനോട് നമുക്കൊരു നന്ദി പറയാം. ഇതെല്ലാം അടുത്ത തവണ മറ്റൊരു വിധത്തിലും മറ്റൊരു തരത്തിലുമായിരിക്കാം ഈ ഒരു കാഴ്ചകൾ നമ്മൾ കാണുന്നത്. ഇത് കാണുന്ന നിങ്ങളിലും സന്തോഷം ജനിപ്പിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഗുരുവായൂർ കിഴക്കേ നടയിൽ മഞ്ജുളാലിൽ ഉണ്ടായിരുന്ന ഗരുഡൻ മാറി വെങ്കല പ്രതിമയാണ് ഇപ്പോൾ അവിടെയുള്ളത്. അത് പുതുതായി ഉത്സവത്തിന് മുൻപാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. കാണാത്തവർക്ക് കാണാനായി ഞാൻ ഈ വീഡിയോയിൽ അതും ചേർത്തിട്ടുണ്ട്. ഇതാണ് ഗുരുവായൂർ പടിഞ്ഞാറ് നടയിൽ ഗാനമേളയും എല്ലാം വളരെ മനോഹരമായി നടന്നിരുന്നു. നമ്മുടെ ഒരു സുഹൃത്തായ ശ്രീനയും അതിൽ പാട്ടുപാടിയിരുന്നു. അതിമനോഹരമായി ഗുരുവായൂർ പടിഞ്ഞാറ് നടയിൽ ടാക്സി ഡ്രൈവേഴ്സ്, ഓട്ടോ ഡ്രൈവേഴ്സ് എല്ലാവരും ചെയ്തിട്ടുള്ള അവരുടെ കവാടങ്ങളാണ് ഇതെല്ലാം. നല്ല രീതിയിലുള്ള പത്മനാഭൻ്റെയും ദേവിയുടെയും എല്ലാം വിഗ്രഹങ്ങൾ അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ദീപ അലങ്കാരപ്പണികൾക്ക്, കവാടങ്ങൾക്ക് സമ്മാനദാനങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ 1ാം സമ്മാനം ലഭിച്ച ഒരു നിശ്ചല ദൃശ്യമാണിത്. വളരെ നല്ലൊരു വാട്ടർഫോൾസാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അവിടെ ഭഗവാന്റെ ചിത്രവും വെച്ചിട്ടുണ്ട്. ചിത്രം മാത്രമല്ല പ്രതിമയും എല്ലാം വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ്. ഗുരുവായൂർ പടിഞ്ഞാറ് നടയിലുള്ള കവാടത്തിന് തൊട്ടടുത്താണ് ഈ ഒരു ദൃശ്യം ഉണ്ടായിരുന്നത്. സന്ധ്യയ്ക്ക് കുളം ചുറ്റി പ്രദക്ഷിണവും പറയെടുപ്പും ഉള്ളതിനാൽ ഇവിടെയെല്ലാം നിറയെ ദീപങ്ങളായിരിക്കും, വിളക്കുകളായിരിക്കും. അതെല്ലാം ചുറ്റി പൂക്കളും എല്ലാം വച്ചിരുന്നു. നേരം വൈകുന്തോറും അവർ ചെറുതെല്ലാം എടുത്ത് മാറ്റുന്നതിൻ്റെ ഭാഗമായി
കുറച്ചെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. ഈ പൂക്കളെല്ലാം അതിൻ്റേതായിരുന്നു. ഗുരുവായൂർ ഉത്സവത്തിന് വരുന്നവർക്ക് കൈകളിലെ വേദനയോ കാലിൻ്റെ വേദനയോ ഒന്നും അനുഭവപ്പെടാറില്ല. ഒരു പ്രത്യേക ഉണർവാണ് അവർക്ക് നൽകുന്നത്. അതുമാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞ് ഉത്സവ നാളുകൾ കഴിഞ്ഞ് വീട്ടിൽ ക്ഷീണിതയായി ഇരിക്കുമ്പോഴാണ് ഉത്സവത്തിന് ഈ വേദനയെല്ലാം മറന്ന് ഞാൻ നടന്നല്ലോ ഭഗവാനെ, ഈ വേദനകളൊന്നും എന്നെ തിരിച്ച് ഓർമ്മകളിലേക്ക് കൊണ്ടുവന്നില്ലല്ലോ ഭഗവാനെ, ഞാൻ എത്ര സന്തോഷമായിട്ടാണ് ഗുരുവായൂരിന് ചുറ്റും നടന്നത്, ആ കുളത്തിന് ചുറ്റും നടന്നത്, ആ ദൃശ്യങ്ങളെല്ലാം ഞാൻ കണ്ടത്, ആ മലരും മവിലും എല്ലാം ഞാൻ വാരിയെടുത്തത്. ഇന്നിപ്പോൾ എന്താ എനിക്കിത്ര ക്ഷീണം? ഉത്സവ നാളുകളിൽ പലരും ചിന്തിക്കുന്ന ഒരു ചിന്തയാണിത്. ഞാനും ഉത്സവ നാളുകളിൽ ഈ ക്ഷീണമൊന്നും എനിക്ക് അനുഭവപ്പെടാറില്ല. ഉത്സവ നാളുകൾ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുമ്പോഴായിരിക്കും ഈശ്വര അന്നത്തെ ഈ വേദന വന്നില്ലല്ലോ, വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നടക്കാൻ പറ്റില്ലായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ് ഗുരുവായൂർ ഉത്സവം. വേദനകളെല്ലാം മറന്ന് അവിടെ നടക്കാനും ഇരിക്കാനും എല്ലാം സാധിക്കുന്ന കുറേ ദിവസം 10 ദിവസത്തോളം ഗുരുവായൂർ പടിഞ്ഞാറ് നടയിലെ കവാടമാണിത്. വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു കവാടം. എല്ലാ നിറങ്ങളും കണ്ട് നമുക്ക് തിരുനടയിലേക്ക് നടക്കാം. മനസ്സിൻ്റെ പ്രത്യേക ഒരു ഉണർവ് നൽകുന്ന ഒരു വഴിത്താരയാണിത്. ഇവിടെയും നിറയെ വിളക്കുകൾ നിരത്തി വച്ചിരിക്കുകയാണ്. പറയെടുപ്പും കുളപ്രദക്ഷിണവും നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അമ്പലവും ഒട്ടും മോശമല്ല, വളരെ മനോഹരമായി ദീപാലങ്കാരത്താൽ ഭംഗിയായിരിക്കുന്നു. ഇതെല്ലാം പറയെടുത്തതിൻ്റെ ബാക്കിയാണ്. മലരും മവിലും കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു, പൂക്കളും ചിന്നിച്ചിതറി കിടക്കുന്നു. എല്ലാം മനഃപൂർവ്വം ഇട്ടതല്ല, എല്ലാം പറയെടുപ്പിൻ്റെതായിട്ടുള്ള തിരക്കുകളിൽ സംഭവിച്ചതാണ്. കുളത്തിന് ചുറ്റും പറയെടുപ്പിനുള്ള സൗകര്യങ്ങളും അതിനെല്ലാം ഒരുക്കിയിരിക്കുന്നു. ഇങ്ങനെ ചുറ്റി ഞങ്ങൾ കിഴക്കേ നടയിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കായതിനാൽ മൊബൈൽ ഫോൺ എടുക്കാനും എടുത്തു വയ്ക്കാനെല്ലാം വളരെ ബുദ്ധിമുട്ട്. ഇതാണ് തെക്കേ നട പന്തൽ. വളരെ മനോഹരമായി മിന്നി 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 നിൽക്കുന്ന ദീപാലങ്കാരം. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം, ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം പുതിയതായി വൈഷ്ണവം അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എഴുന്നള്ളിപ്പ് ഏകദേശമൊക്കെ അവസാനിക്കാറായി. കുളപ്രദക്ഷിണം കഴിഞ്ഞ് ഇന്ന് ആറാട്ടാണ്. ആറാട്ടിനായി ഒരുങ്ങി നിൽക്കുന്ന ഒരുപാട് ജനലക്ഷങ്ങൾ എന്ന് പറയാം. ഭഗവതിയുടെ നടയിലേക്കാണ് എഴുന്നള്ളിപ്പ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ പുതിയതായ നിയമങ്ങളുള്ളതിനാൽ അവിടെയെല്ലാം കെട്ടി വെച്ചിരിക്കുകയാണ്. ആളുകൾ ആരെങ്കിലും അടുത്തേക്ക് നീങ്ങാതിരിക്കാനും പറ്റും. അതുകൊണ്ട് ഈ സൈഡിൽ നിൽക്കുന്ന ആളുകൾക്കെല്ലാം വളരെയധികം തിക്കും തിരക്കും അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. പറയെടുപ്പെല്ലാം കഴിഞ്ഞു. ഇവിടെ തക്കൂടത്തിന് ആറാട്ടിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ചുവന്ന വെളിച്ചമാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പച്ചയാകുമ്പോൾ എല്ലാവർക്കും കൃഷ്ണൻ്റെ കണ്ണൻ്റെ ആറാട്ടിന് ശേഷം കുളത്തിലേക്ക് ഇറങ്ങാം, കുളിക്കാം. അതിനായി കാത്തു നിൽക്കുന്ന ഒരുപാട് ക്യൂകൾ അവിടെ കാണാം. ക്യൂവിൽ നിൽക്കാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഇതാ പച്ചയായിരിക്കുന്നു, ഭഗവാന്റെ ആറാട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു പുണ്യതീർത്ഥത്തിൽ കുളിക്കുവാനായി, ഒന്ന് കാൽ നനയ്ക്കുവാനായി, ഒരുപാട് ജനങ്ങളാണ് അവിടെ കാത്തു നിൽക്കുന്നത്. നിങ്ങൾക്കും കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിനുള്ളിൽ ഈ ഒരു ഫോണും കൊണ്ട് വീഡിയോ എടുക്കുന്ന ഞാനാണ് ഒന്നുമല്ലാത്തത്. ആ പുണ്യതീർത്ഥത്തിലേക്ക് ആ തിരക്കിന് ഇടയിൽ എനിക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. അടുത്ത വർഷമെങ്കിലും അത് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാണ് കിഴക്കേ നട പന്തലിനുള്ളിലൂടെ ഞാൻ നടന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ചകൾ. നല്ല ഭംഗിയുള്ള ലക്ഷ്മി വിഗ്രഹവും അതുപോലെ തന്നെ കുട്ടിയാനകളെയെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നു. ഒരു ഗണപതി വിഗ്രഹവും. കുട്ടികൾക്കെല്ലാം കൗതുകമായിരിക്കുന്നു ആ കാഴ്ചകളെല്ലാം. അയ്യപ്പൻ്റെ ഒരു വിഗ്രഹവും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കടക്കാരും കടകളുടെ ഐശ്വര്യത്തിനായും എല്ലാം പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. അവരെല്ലാം അവരുടെ എല്ലാമായ ഗുരുവായൂർ ഉത്സവം ആഘോഷിക്കുകയാണ്. ഏകദേശം 10 മണി 10:30 ഒന്നുമല്ല, അതും കഴിഞ്ഞ സമയം നല്ല വൈകിയിരിക്കുന്നു. ഇനി കൊടിയിറക്കമാണ്. അതിനായി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. പരീക്ഷാ ബഹളം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ കൊടിയിറക്കം കാണാനായി ഗുരുവായൂർ നടയിൽ കൂടെ എൻ്റെ മകനെയും വലിച്ചുകൊണ്ട് നടക്കുന്നത്. ക്ഷീണം ഒട്ടും അറിയുന്നില്ല, അത് മുൻപേ ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ എല്ലാം കണ്ട് കേട്ടും
ഞങ്ങളങ്ങനെ നടന്നു. മനോഹരമായ ഒരു രാധാകൃഷ്ണ വിഗ്രഹം ഗുരുവായൂർ മേൽപ്പത്തൂരിന് അടുത്തായി ഒരു കടയുടെ മുന്നിൽ അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ തൂണുകളാൽ അത് മനോഹരമാക്കിയിരിക്കുന്നു. ഇങ്ങനെ കൊടിയിറക്കത്തിനായി ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് 11 പ്രദക്ഷിണം കഴിഞ്ഞ് കൊടിയിറക്കമാണ്. ഒത്തിരി ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, കൊടികയറ്റം കണ്ടാൽ കൊടിയിറക്കവും നമ്മൾ കാണണം. അങ്ങനെയാണത്രേ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ കൊടിയേറ്റം കണ്ടതായിരുന്നു. കൊടിയിറക്കം കാണാതെ എങ്ങനെ ശരിയാകും? ഒത്തിരി നേരം കൂടിയുണ്ട്. ശ്രീവത്സം പാഞ്ചജന്യം അവിടെ ഒരുക്കിയിരിക്കുന്ന കാഴ്ചകളിലേക്ക് പോയി. പഴയ മഞ്ജുളാലിൻ്റെ പരിസരത്തുണ്ടായിരുന്ന ഗരുഡൻ, ആ മഹാഗരുഡനെ അവിടെ മഹാവിഷ്ണു ഇരിക്കുന്ന തരത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കേശവനും പത്മനാഭനും നിറഞ്ഞു നിൽക്കുന്നു. ഇത്തവണ മൂകാംബിക അമ്മയുടെ ഒരു വിഗ്രഹവും അവിടെ വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ചെയ്ത ഈ കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ഉത്സവത്തിന് വന്നവർക്കൊക്കെ ഒരു വളരെ വലിയൊരു കാഴ്ചയായി മാറിയിട്ടുണ്ടാകും. എല്ലാം കണ്ട് തീരാനുള്ളൊരു സമയമില്ല. ഇതാണ് നടപ്പന്തൽ, തെക്കേ നടപ്പന്തൽ. അവിടെ ഒരു കാഴ്ചയും കൂടി ബാക്കിയുണ്ട്. ഒരുവിധം ഗുരുവായൂർ ഞാൻ ചുറ്റി സഞ്ചരിച്ചു. ഞങ്ങൾ കണ്ട ഓരോന്നും മറക്കാതെ കണ്ണിൽ നിൽക്കുന്നത് ഉറപ്പാണ്. ഗുരുവായൂർ ദേവസ്ഥ ഓഫീസിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഈ ദീപാലങ്കാരവും വളരെ മനോഹരമായിരുന്നു. ഈ കാഴ്ചകളെല്ലാം അതിമനോഹരമായി ഇതിൽ കൂടുതൽ അടുത്ത കൊല്ലവും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സമയത്ത് ഗുരുവായൂർ വരാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പനെ മനസ്സ് നിറഞ്ഞ് കാണാൻ സാധിക്കട്ടെ. ഭഗവാൻ നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്, ആശംസിക്കുന്നത്. വീണ്ടും ഒരു ഉത്സവത്തെ കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം. കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം കണ്ടതിന് ശേഷം അമ്പലനടക്കിലേക്ക് ഞാൻ പോവുകയാണ്. അവിടെ കൊടിയിറക്കത്തിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. 11 പ്രദക്ഷിണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന കൊടിക്കൂറ താഴേക്ക് വിടുന്നു. പിന്നെ അടുത്ത വർഷത്തിലേക്കായി കാത്തിരിക്കുകയാണ്. അതിനായുള്ള കാത്തിരിപ്പിൽ എല്ലാവരും അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് പേർക്ക് അമ്പലത്തിനുള്ളിലോട്ട് അല്ലാത്ത ശേഷം കയറാൻ സാധിക്കാത്ത അവസ്ഥയും ഇത്തവണയുണ്ടായി. ഒരുപാട് ക്യൂകൾ അവിടെ നിൽക്കേണ്ടി വന്നു. ക്യൂവിലായ ജനങ്ങൾ പുറത്ത് നിൽക്കേണ്ടി വന്നു എന്നത് സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ്. ആറാട്ട് കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാം. അത്രയും ജനക്കൂട്ടമായിരുന്നു ക്ഷേത്രത്തിനുള്ളിൽ. അതുകൊണ്ട് തന്നെ തിക്കി നിറഞ്ഞും ആളുകളെ കയറ്റാതിരിക്കാൻ പോലീസ് ശ്രമിച്ചുകൊണ്ടിരുന്നു. ശ്വാസം മുട്ടൽ, തിരക്കിൽപ്പെട്ട് അപകടങ്ങൾ ഒന്നും വരാതിരിക്കാനായി സുരക്ഷ മുൻനിർത്തിയാണ് അത്തരത്തിലൊരു കാര്യം ചെയ്തതെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ തിരക്കായിരുന്നു ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഇത്രയും ജനക്കൂട്ടം ക്ഷേത്രത്തിനകത്ത്. ഇനിയും ജനങ്ങൾ ചെന്നാൽ അത് ചലിക്കാനാവാത്ത രീതിയിലാകും എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം അങ്ങനെയുണ്ടായത്. അപ്പോൾ ഇതാണ് ഗുരുവായൂർ കൂവളമരത്തിനകത്ത് അടുത്തും സ്ക്രീനിൽ ആനയോട്ട ദൃശ്യങ്ങൾ വന്നിരുന്നു. അതെല്ലാം കണ്ടു, ഓർത്തെടുത്തു. 10 നാളുകൾ തീരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു കൊടിയിറക്കത്തോടു കൂടി കാത്തിരുന്നു. അവസാനം കൊടിയിറക്കത്തിന് നിമിഷങ്ങളായി. അതിലെ ശബ്ദങ്ങൾ നാരായണ ജപിക്കലൊന്നും നമുക്കിപ്പോൾ ഇതിലില്ല. അത് ഞാൻ ഇതിലിപ്പോൾ വയ്ക്കുന്നതാണ്.